കുടിയേറ്റത്തിൻ്റെ അനിശ്ചിതത്വവും അനിവാര്യതയും രാഷ്ട്രീയവുമെല്ലാം ഒരിക്കൽ കൂടി ലോകത്തിൻ്റെ ചർച്ചയിലേക്ക് കൊണ്ടുവന്ന ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞത്. ഒറ്റയടിക്ക് ആയിരക്കണക്കിന് ആളുകൾ കടൽ കടന്ന് തീരത്തേക്ക് ഇരച്ചുവരുന്ന ദൃശ്യം. മരണത്തിൻ്റെ കൈപിടിച്ച് നടത്തിയ ആ യാത്രയുടെ പരിസമാപ്തിയിൽ ചിലർ ആർത്തുവിളിക്കുന്നുമുണ്ട്. ചിലർ തീരം തൊട്ട നിമിഷം ക്ഷീണിതരായി ബോധരഹിതരാകുന്നുണ്ട്. വേറെ ചിലർ പരിഭ്രാന്തി സഹിക്കാനാകാതെ കരച്ചിലിലേക്ക് വീഴുന്നുമുണ്ട്. സുരക്ഷാ ഉദ്യോഗസ്ഥരെയൊന്നും ഗൗനിക്കാതെ തീരദേശത്തൊടുവിലേക്ക് ഓടുന്നവരുണ്ട് ചിലർ. മനസ്സുലക്കുന്ന ദൃശ്യങ്ങളാണ് സ്യൂട്ട എന്ന വടക്കൻ ആഫ്രിക്കൻ തീരത്തെ കൊച്ചു സ്വയംഭരണ പ്രദേശത്തു നിന്ന് ലോകത്താകെ ഒഴുകിപ്പരന്നത്. മൊറോക്കോയിൽ നിന്നും ചില ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുമുള്ളവരാണ് സ്യൂട്ടയിലേക്ക് കടൽ വഴി കടന്നു വന്നത്. ചെറു ബോട്ടുകളിൽ കുറേ ഭാഗം താണ്ടിയും ബാക്കി കൈകളിൽ കെട്ടിവെച്ച തുയ ആഞ്ഞു പ്രയോഗിച്ച് നീന്തിയുമാണ് ഇവർ കരപറ്റിയത്. ഈ ദൃശ്യങ്ങൾ മുൻനിർത്തി ഒറ്റ ദിനം കൊണ്ട് ഉലകം ചുറ്റിയ വിദ്വേഷത്തിന് ഒരു സമുദ്രത്തിനും കഴുകിക്കളയാനത്രം കാഠിന്യമുണ്ട്. നാടുമുടിക്കാൻ വരുന്ന വെട്ടുകിളിക്കൂട്ടങ്ങളാണ് ഇവരെന്ന് ചില വിദ്വേഷ പ്രചാരകർ പുറത്തിറക്കിയ വീഡിയോയിൽ അലറിയിട്ടുമുണ്ട്. യൂറോപ്പ് കീഴടക്കാൻ മുസ്ലിം തീവ്രവാദികൾ സർവ്വസജ്ജീകരണങ്ങളോടെ ഇരച്ചെത്തുന്നുവെന്ന കണ്ടുപിടുത്തവും ഇതിലൂടെ നടന്നിട്ടുണ്ട്. എന്നാൽ കുടിയേറ്റ ശ്രമത്തിനിടെ 57 പേർ മരിച്ചുവെന്നാണ് സ്യൂട്ട സ്വയംഭരണ പ്രദേശത്തിൻ്റെ തലവൻ ജുവാൻ ജീസസ് വിവ സ്ഥിരീകരിച്ചത്. മൊറോക്കോയിൽ നിന്ന് കരമാർഗവും കടൽ മാർഗവും 60,000-ഓളം പേരാണ് എത്തിയത്. അതിർത്തി വേലി കടലിലേക്ക് നീണ്ടുകിടക്കുന്ന ഭാഗം നീന്തി കടക്കുകയായിരുന്നു മിക്കവരും. സ്പാനിഷ് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ് സ്യൂട്ടയിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുകയും 25,000-ഓളം പേരെ മൊറോക്കോയിലേക്ക് തിരിച്ചയക്കുകയും ചെയ്തതായി വെള്ളിയാഴ്ച തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇന്നലെയോടെ ഈ തിരിച്ചുപോക്ക് ഏറെക്കുറെ പൂർത്തിയായിട്ടുമുണ്ട്. സ്യൂട്ട ഇപ്പോൾ ശാന്തമാണ്. നിങ്ങൾ ഇപ്പോഴും വീഡിയോ കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലത്തെ ഡെയിലി അപ്ഡേറ്റ്സിന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ പ്രദേശം ആരും കീഴടക്കിയിട്ടുമില്ല, ആരും ഭരണം പിടിച്ചെടുത്തിട്ടുമില്ല, ഒരു ആയുധ പ്രയോഗവും ഉണ്ടായിട്ടുമില്ല, ഒറ്റ കുടിയേറ്റക്കാരനും സ്പാനിഷ് മെയിൻലാൻഡിലേക്ക് പോയിട്ടുമില്ല. വിദ്വേഷം വിളമ്പുന്നവർ പക്ഷേ ഇപ്പോഴും ഈ ദൗത്യം തുടരുകയാണ് എന്നതാണ് സങ്കടകരം. എന്നാൽ നല്ല ഭരണം കാഴ്ചവെച്ചിരിക്കുകയാണ് സ്പാനിഷ് സർക്കാർ. അഭയാർത്ഥികളോടും കുടിയേറ്റക്കാരോടും സാഞ്ചസ് സർക്കാർ അനുഭാവപൂർണമായ സമീപനമാണ് പുലർത്തുന്നത്. വന്നെത്തുന്നവരിൽ നല്ലൊരു ശതമാനം മെച്ചപ്പെട്ട തൊഴിൽ തേടുന്നവരാണ്. അവർ ഉയർന്ന വിദ്യാഭ്യാസ സാങ്കേതിക യോഗ്യതയുള്ളവരുമാണ്. അത്തരക്കാരെ സ്പെയിനിന് ആവശ്യമുണ്ടെന്ന നിലപാടാണ് സാഞ്ചസ് ഭരണത്തിനു നൽകിയത്. സാധാരണ തൊഴിലാളികളെയും ആവശ്യമുണ്ട്. സ്വന്തം നാട്ടിലെ സങ്കീർണ സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടെത്തുന്ന അഭയാർത്ഥികളായ മനുഷ്യരുമുണ്ട് കൂട്ടത്തിൽ. ഇവരെ തിരിച്ചയക്കുന്നത് മനുഷ്യത്വപരമല്ലെന്ന സമീപനവും സാഞ്ചസ് സ്ഥിരീകരിക്കുന്നു. കടൽ മാർഗം കടന്നുവരുന്ന അഭയാർത്ഥികളെ നിയമപരമായ നടപടിക്രമങ്ങളില്ലാതെ ഉടനടി തിരിച്ചയക്കുന്നത് തടഞ്ഞ് ഈ മാസം ആദ്യം സ്പാനിഷ് സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചിരുന്നു. ഇതാണ് അഭയാർത്ഥികളുടെ കുത്തൊഴുക്കിന് കാരണമെന്ന് സ്യൂട്ട അധികൃതർ പറയുന്നു. ഷെങ്കൻ കരാറിൽ ഉൾപ്പെട്ട രാജ്യമാണ് സ്പെയിൻ എന്നത്. യൂറോപ്പിലെ 29 രാജ്യങ്ങൾക്കിടയിൽ പാസ്പോർട്ടോ അതിർത്തി പരിശോധനകളോ ഇല്ലാതെ യാത്ര ചെയ്യാൻ അനുവദിക്കുന്ന സംവിധാനമാണ് ഷെങ്കൻ ഏരിയ. ഇതിൽ ഉൾപ്പെട്ട ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് പ്രവേശിക്കാൻ അനുമതി ലഭിച്ചാൽ ആ മേഖലയിലെ മറ്റ് രാജ്യങ്ങളിലും പ്രത്യേക വിസയില്ലാതെ സ്വതന്ത്രമായി യാത്ര ചെയ്യാനാകും. ഈ രാജ്യങ്ങളിൽ ഏതെങ്കിലും അഭയാർത്ഥികളായി അംഗീകരിക്കപ്പെട്ടാലും ഇതേ പ്രയോജനം ലഭിക്കും. എന്നാൽ ഇതെല്ലാം സ്പാനിഷ് ജനതയെ കൂടുതൽ പ്രകോപിച്ച് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ പെഡ്രോ സാഞ്ചസിനെതിരായ ജനവിധി സൃഷ്ടിക്കാനുള്ള നീക്കമാണിത്. മറ്റൊരു ഗൗരവപൂർണമായ വാർത്ത കൂടി വരുന്നുണ്ട്. ഇസ്രായേലിൻ്റെ ഗൂഢാലോചനയാണത്രേ സ്യൂട്ടയിലേക്കുള്ള പെടുന്നനെയുള്ള മനുഷ്യപ്രവാഹം. ഫലസ്തീനെ ചേർത്തുപിടിക്കുന്ന സാഞ്ചസിന് മൊറോക്കോ വഴി നൽകിയ പ്രഹരം. സ്യൂട്ടയിലും മറ്റൊരു സ്പാനിഷ് അധീന പ്രദേശമായ മിലില്ലയിലും തങ്ങളുടെ പരമാധികാരം സ്ഥാപിക്കാനുള്ള മൊറോക്കോയുടെ സമ്മർദ്ദ നീക്കത്തിൻ്റെ ഭാഗമാണ് ഈ കുടിയേറ്റ സ്ഫോടനം. യഥാർത്ഥത്തിൽ സ്പെയിൻ കുടിയേറ്റക്കാരെ സ്വാഗതം ചെയ്യുന്നത് മനുഷ്യത്വപരമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് കൊണ്ട് മാത്രമല്ല, സ്പെയിൻ അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ അനുഭവിക്കുന്ന ജനസംഖ്യാപരമായിട്ടുള്ള പ്രതിസന്ധി മറികടക്കാൻ വേണ്ടിയാണ്. കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ജനനിരക്ക്, വൃദ്ധരുടെ അപകടകരമായ അനുപാതം, ചുരുങ്ങിവരുന്ന ആഭ്യന്തര തൊഴിൽ ശക്തി എന്നിവ ചേർന്ന് ഗുരുതര ജനസംഖ്യാ പ്രതിസന്ധി അനുഭവിക്കുകയാണ് സ്പെയിൻ ഇന്ന്. സ്ത്രീകളുടെ ഫെർട്ടിലിറ്റി റേറ്റ് ഇന്ന് ശരാശരി 1.12 കുട്ടികൾ മാത്രമാണ്. ശരിയായ ജനസംഖ്യ നിലനിൽക്കാൻ അനിവാര്യമായത് 2.1.
സ്ത്രീകൾ ശരാശരി 31-32 വയസ്സിലാണ് ആദ്യത്തെ കുട്ടിക്ക് ജന്മം നൽകുന്നത്. ആദ്യമായി അമ്മമാരാകുന്നതിൽ 10%-ലധികം പേർക്കും 40 വയസ്സിനു മുകളിൽ പ്രായവുമുണ്ട്. ജനനത്തേക്കാൾ കൂടുതൽ മരണങ്ങൾ സംഭവിക്കുന്നതിലുണ്ടാകുന്ന ജനരാഹിത്യം സ്പെയിനിനെ പോലെയുള്ള രാജ്യങ്ങളെ തുറിച്ചു നോക്കുകയാണ്. സ്വാഭാവികമായും അതിർത്തി ഭേദിച്ചുള്ള സഞ്ചാരങ്ങൾ ഈ രാജ്യങ്ങളെ ആളനക്കമുള്ളതാക്കുന്നുമുണ്ട്. അവർ സമ്പത്ത് ഊറ്റിക്കുടിക്കാൻ വരുന്നതല്ല, അവർ വായും വയറും മാത്രവുമായല്ല വരുന്നത്, മറിച്ച് കൈകളും തലച്ചോറും കൂടി കൊണ്ടുവരുന്നുണ്ട്. അവർ പണിയെടുക്കുകയും ചിന്തിക്കുകയും പണമുണ്ടാക്കുകയും വാങ്ങിക്കുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവരിലൊരാൾ മനോഹരമായി കാൽപന്ത് കളിച്ചെന്നു വരും. അവർ ദേശീയ ടീമിനെ ലോകകപ്പിന് അർഹനാക്കും. അവൻ ഈ നേട്ടത്തിലെത്താൻ 19 ജന്മദിനങ്ങൾ മാത്രം മതിയാകും. അതെ, അവൻ്റെ ഇന്നത്തെ പേര് ലമീൻ യമാൻ എന്നാണ്. നാളെ മറ്റൊരാളായിരിക്കും. ഫ്രാൻസിൽ ആ പേര് കിലിയൻ എംബാപ്പെ എന്നാണ്. സർവ്വരാജ്യങ്ങളും കുടിയേറ്റത്താൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. അതിർത്തികളടച്ച് കുറ്റിയിടണമെന്ന് ആക്രോശിക്കുന്നവർ ഈ മനുഷ്യപ്രവാഹത്തിൻ്റെ സൗന്ദര്യം അനുഭവിക്കാൻ യോഗ്യരല്ലാത്ത നിർഗുണന്മാരാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.